ഞാൻ സാഹിത്യം വായിക്കത്തില്ലെങ്കിലും എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ സാഹിത്യം നന്നായിട്ട് വായിക്കുന്ന ആൾക്കാരായിരുന്നു. അതിലൊന്ന് രണ്ട് സുഹൃത്തുക്കൾ അന്ന് എറണാകുളത്തൊക്കെയാണ് പഠിക്കുന്നത്. അപ്പം ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതയൊക്കെ വന്ന് ചൊല്ലുക, കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ ജെസ്സി നിനക്കെന്ത് തോന്നി എന്നുള്ള കവിതയൊക്കെ ഇങ്ങനെ കുത്തിയ മാന്ത്രിക പട്ടിൽ നാം സ്വപ്നതീരങ്ങളിൽ ചെന്ന് ചുംബിക്കവേ ജെസ്സി നിനക്കെന്ത് തോന്നി എന്ന് പറയുന്ന ഒരു കാലത്ത് അലയടിച്ചോണ്ടിരുന്ന സാധനമാണ്. ഞങ്ങൾ പറയും, ഞങ്ങൾ നസ്രാണികൾക്ക് വേണ്ടി എഴുതിയ കവിതയാണ് ജെസ്സി എന്ന് പറയുന്നത്. ജെസ്സി മറ്റേതൊക്കെ ഹിന്ദുക്കൾക്ക് വേണ്ടി എഴുതിയ മറ്റേ സവർണ പേരുകളുള്ളപ്പോൾ തന്നെ ആദ്യമായിട്ടൊരു കവി ജെസ്സി എന്നുള്ള പേര്. അപ്പം ഞങ്ങളുടെ പള്ളിയിലൊക്കെ ഇഷ്ടംപോലെ ജെസ്സിയുണ്ട്. അപ്പോൾ ജെസ്സിയൊക്കെ നോക്കി കവിതയൊക്കെ ചൊല്ലാൻ പറ്റിയ കവിത. അപ്പോൾ പക്ഷേ ഞാൻ എഴുതി തുടങ്ങുമ്പോൾ ഈ കാലന്മാരുടെ മുമ്പിലാണല്ലോ നമ്മൾ എഴുത്തുകാരനാണ് എന്ന് പറഞ്ഞ് ചെല്ലേണ്ടത് എന്ന ഒരു ഭയത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഞാൻ പേര് മാറ്റാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ പിന്നെ എന്തു പേരിടും എന്ന ഒരു ചോദ്യത്തിൽ ഞാൻ അന്ന് വിചാരിച്ച് ഈ എൻ എന്ന് പറയുന്ന പേരിൽ അവസാനിക്കുന്ന എല്ലാവരും മഹാന്മാരാവും. ഇപ്പം മുകുന്ദൻ, വൈശാഖൻ, വാസുദേവൻ, പത്മനാഭൻ, അങ്ങനെ എല്ലാ എന്നുകാരും മഹാന്മാരായ എഴുത്തുകാരാണ്. ബിപിൻ ചന്ദ്രൻ രണ്ടെന്നാണ്, ഡബിൾ എന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു എണ്ണ് കിടക്കട്ടെ, ഞാനും ചിലപ്പോൾ മഹാനായെങ്കിലോ എന്ന് കരുതിയാണ് ബെന്യാമിൻ എന്ന് പറയുന്ന പേരിട്ടത്.